മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലെ. ഉറുമ്പിൻ്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും ആനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പാടത്തെ മുത്തും പവിഴവും കൊയ്യാനത്തണ പ്രാവാണ്, തങ്കക്കിടാങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. മുണ്ടകം പാടത്തെ മുത്തും പവിഴവും കൊയ്യാനത്തണ പ്രാവാണ്, തങ്കക്കിടാങ്ങളെ തഞ്ചിച്ചും കൊഞ്ചിച്ചും താരാട്ടാനുള്ള പാട്ടാണ്. പാലാഴി തിങ്കൾ വന്നു കൊണ്ടുവന്ന പാൽക്കുടം, പൂക്കാലമെന്റെ ചുണ്ടിലുമ്മ വച്ച തേൻതണം, ഉള്ളിനുള്ളിൽ തുമ്പിതുള്ളും ചെല്ലച്ചെറു പ്രായം. മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും ആനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. വെള്ളിച്ചീലം വിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ണാടിപ്പുഴച്ചേലാണ്, വെണ്ണില പെണ്ണിന്റെ മുക്കുത്തി കല്ലിൽ കുത്തോലും മണിമുത്താണ്. വെള്ളിച്ചീലം വിട്ട് തുള്ളിക്കളിക്കുന്ന കണ്ണാടിപ്പുഴച്ചേലാണ്, വെണ്ണില പെണ്ണിന്റെ മുക്കുത്തി കല്ലിൽ മുത്തോലും മണിമുത്താണ്. കസ്തൂരി കാറ്റു വന്നു കൊണ്ടുവന്ന പൂമണം, മിന്നാരം മിന്നൽ പോലെ മിന്നി മാഞ്ഞ പൊന്നിറം, ഉള്ളിനുള്ളിൽ പെയ്തിറങ്ങും ചില്ലുമഴക്കാലം. മറക്കുടയാൽ മുഖം മറയ്ക്കും, മറക്കുടയാൽ മുഖം മറയ്ക്കും ആനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. പൂനിലാവല്ല പുലർവേളയിൽ മുല്ലയാവില്ല മൂവന്തിയിൽ, അവളല്ലിയാമ്പലല്ല കുഞ്ഞു തെന്നലെ. ഉറുമ്പിൻ്റെ മറക്കുടയാൽ മുഖം മറയ്ക്കും മാനല്ല, മഷിക്കറുപ്പാൽ മിഴിയെഴുതും മീനല്ല. നമസ്കാരം, ഗുഡ് ഈവനിങ് ഗൾഫിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇന്ന് നമ്മളുടെ കൂടെ ഉള്ളത് വിപിൻ ദാസ്, റൈറ്റ്? യെസ്, വിപിൻ ദാസ്. വിപിൻ ദാസ് നാട്ടിലെവിടെയാണ്? നാട്ടിൽ കൊച്ചി വൈപ്പിൻ.
കൊച്ചിയാണ്. ഇവിടെ ഇവിടെ ഇപ്പോൾ ദുബായിൽ ഇവിടെ വേൾഡ് ട്രേഡ് സെൻ്ററിൽ എൻ്റെ ഹോട്ടൽ വേൾഡ് ട്രേഡ് സെൻ്ററിൽ വർക്ക് ചെയ്യുന്നു. എപ്പോഴും വിപിൻ ദാസിന്റെ ഫേസിൽ നല്ലൊരു ചിരിയുണ്ട് അല്ലേ? എല്ലാവരും പറയാറുണ്ട് അത്. എല്ലാവരും പറയാറുണ്ട് ചിരിച്ചു ഇനി പാട്ട് നന്നായിട്ട് പാടി കേട്ടോ. ഇത് എനിക്ക് തോന്നുന്നു ജയറാം ഒക്കെ അഭിനയിച്ച മനസ്സിനക്കരെ ഷീലാമ ഒക്കെ ഉള്ളത് ഇളയരാജ സാറിന്റെ. ഓക്കെ, അടിപൊളിയായിട്ട് പാടി, നല്ല വോയിസ് കേട്ടോ. കുറേ നാളുകൾക്ക് ശേഷം ബ്രേക്ക് ആണെന്നൊന്നും പറയത്തില്ല, പക്ഷേ നല്ല സൂപ്പറായിട്ട് പാടി. നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോയാലോ? ഓക്കെ, ഏതാണ് അടുത്തത്? മുറ്റത്തെ മുല്ല, മായാവിയിലെ. മായാവി. മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിയിടാതെ കാതൂരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നതാരോ. പേരില്ലേ നാളില്ലേ, എന്താണെന്നോ ഏതാണെന്നേ, എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നെയില്ലെന്നും. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. കയ്യെത്തും ദൂരെയില്ലേ, ദൂരത്തോ മേയുന്നില്ലേ, മേയുമ്പോൾ എല്ലാം ഉള്ളും നാടോടിയല്ലേ. നാടോടി പാട്ടും പാടി ഊഞ്ഞാലും നാടുന്നില്ലേ, ആടുമ്പോൾ കൂടെ ആടാൻ പെണ്ണെ നീയില്ലേ. കള്ളിപ്പെണ്ണിൻ്റെ കള്ളക്കണ്ണിന്ന് പിന്നിച്ചിമുന്നേ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. മഞ്ഞപ്പൂ ചൂടും തേടി തീരത്തായോടുന്നില്ലേ, തീരത്തെ ചേമ്പിൽ മെല്ലെ ആറാടുന്നില്ലേ. ആറാട്ടു തീരും നേരം മൂവാണ്ടൻ മാവിൻ കൊമ്പിൽ ചോദിക്കാതൊന്നും താനെ ചായുന്നതല്ലേ. കണ്ടിട്ടുണ്ടല്ലേ മായക്കാറ്റല്ലേ കുഞ്ചിക്കുന്നില്ലേ. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. ഒന്നൊന്നും മിണ്ടിയിടാതെ കാതൂരം തന്നിടാതെ എങ്ങെങ്ങോ മായുന്നതാരോ. പേരില്ലേ നാളില്ലേ, എന്താണെന്നോ ഏതാണെന്നേ, എന്തെന്നോ ഏതെന്നോ മിണ്ടാനൊന്നും നിന്നെയില്ലെന്നു. മുറ്റത്തെ മുല്ലേ ചൊല്ല്, കാലത്തെ നിന്നെ കാണാൻ വന്നെത്തും തമ്പ്രാനാരോ. മുറ്റത്തെ മുല്ലേ ചൊല്ല്. നെക്സ്റ്റ് സോങ് ഏതാ? അടുത്തത് ചന്ദനക്കാറ്റ്. ഈ വിപിന്റെ മുതലെടുക്കുമ്പോൾ എപ്പോഴും ചെയ്യാണ് കേട്ടോ. വീട്ടിലാരൊക്കെ ഉള്ളത്? വീട്ടില് അമ്മയുണ്ട്, പിന്നെ വൈഫ് നാട്ടിലാണോ? അവര് നാട്ടിലാണ്. വൈഫ് റോമിത, 2 മക്കള്, അഭിനവ്, അവന്തിക, എല്ലാവരും. അവരൊക്കെ എന്ത് ചെയ്യുന്നു?
വൈഫ് നേരത്തെ ഇൻഫോ പാർക്കിലൊക്കെ വർക്ക് ചെയ്തതാണ്. ഇപ്പോൾ കുട്ടികളൊക്കെ ചെറുതാണ്. ഇപ്പോൾ ഒരാൾ 2ാം ക്ലാസ്സിലും ഒരാൾ 6ാം ക്ലാസ്സിലും. അപ്പോൾ അവരെയൊക്കെ തൽക്കാലം അവരെ നോക്കി. ഇവിടെ ഇപ്പോൾ എത്ര വർഷമായി വിപിൻ? ഇപ്പോൾ എത്ര വർഷം? ഇവിടെ ഇപ്പോൾ ഒരു 18 വർഷത്തോളമായി ഇന്ത്യയിൽ. ഓക്കെ ഓക്കെ. എനിവേ നമുക്ക് അടുത്ത സോങ്ങിലേക്ക് പോകാം. ഓക്കെ. മായാവിയുടെ പാട്ടല്ലേ കഴിഞ്ഞ പ്രാവശ്യം ഇപ്പം പാടി? ഓക്കെ. വിപിന് ഇഷ്ടമുള്ള പാട്ട് ഏതാണ്? പാടാൻ ഒത്തിരി കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്റ്റേജിൽ പെട്ടെന്ന് പാടാൻ പറഞ്ഞ പാടാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് ഏതാണ്? പെട്ടെന്ന് പാട്ട് മതി, മറക്കൂടിയാണ്. അതെപ്പോഴും പഠിച്ചു വെച്ചിരുന്ന പാട്ടാണ്. സിഗ്നേച്ചർ സോങ് ആണ്. ഏതാ? സിഗ്നേച്ചർ സോങ്. കൂടുതൽ മെലഡീസ് ആണോ പാടുന്നത്? മെലഡീസാണ് കൂടുതൽ ഇഷ്ടം. അതാണ് കുറച്ചും കൂടി കംഫർട്ടബിൾ. ഇത് ഭീഷ്മാചാര്യ എന്ന സിനിമയിലെ അതിമനോഹരമായ ഒരു പാട്ടാണ് അല്ലേ? അതെ. അപ്പം നമുക്ക് ആ സോങ്ങിലേക്ക് പോയാലോ? ഓക്കെ. ഏതായിരുന്നു? ചന്ദനക്കാറ്റ്. ചന്ദനക്കാറ്റ്. ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, മുറിവേറ്റ പൈങ്കിളിക്കൊരു സ്വരരാഗ കൽപ്പകത്തിൻ തളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ, ചന്ദനക്കാറ്റേ. ഓർത്തിരുന്നു നിന്നെ, കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. ഓർത്തിരുന്നു നിന്നെ, കാത്തിരുന്നു ഞങ്ങൾ, സ്നേഹമേ നീ മാത്രം വന്നതില്ല. കണ്ണീരിൻ മണികൾ പോലും മറുമുത്തായി മാറ്റും ഗാനം നീ പാടാമോ, ചന്ദനക്കാറ്റേ കുളിർ കൊണ്ടുവാ. എന്ത് പറ്റി? ചന്ദനക്കാറ്റ് കാറ്റായിട്ട് അങ്ങ് പോയി. ട്രാക്ക് നിന്ന് പോയി. ട്രാക്ക് ടെസ്റ്റ് ചെയ്തില്ലായിരുന്നു? ഫുള്ള് പാടി നോക്കിയതായിരുന്നു. മാറിപ്പോയതൊന്നും എങ്കിൽ പിന്നെ ടെക്നിക്കൽ ഇഷ്യൂ ആയിരിക്കും. പോട്ടെ കേട്ടോ. ഞാൻ വിചാരിച്ചു കാറ്റടിച്ചാൽ കൊണ്ടുപോയെന്ന് വിചാരിച്ചു. എനിക്ക് നന്നായിട്ട് പാടി കേട്ടോ. ഇതിനകത്ത് ആ സിനിമ കണ്ടതാണോ? ഭീഷ്മചാര്യ കണ്ടിട്ടില്ല. മമ്മൂട്ടി. മമ്മൂട്ടിയോ? പാട്ട് കൂടുതൽ ഇഷ്ടം. പാട്ട് ആ സിനിമയിലില്ല. നരേന്ദ്രപ്രസാദ്, സിദ്ദിഖ്, പിന്നെ ഒരു കൊച്ചു കുട്ടിയുണ്ട്. ആ കുട്ടിയുടെ ഇതെനിക്കറിയില്ല, പേരറിയില്ല. അങ്ങോട്ട് നിന്ന്. അപ്പം അത് അച്ഛൻ്റെയും മകളുടെയും ഒരു സ്റ്റോറി പറയുന്ന ഒരു കഥയാണ്. അതിനകത്ത് എനിക്ക് തോന്നുന്നു നരേന്ദ്രപ്രസാദ് ജഡ്ജിയാണ്, മീൻസ് ജഡ്ജല്ല, സോറി, ജഡ്ജിയായിട്ടാണ് അതിനകത്ത് ഒരു റോള് അഭിനയിക്കുന്നത്. എനിവേ നല്ലൊരു സിനിമയാണ് കേട്ടോ. അടുത്ത പാട്ട് ഏതാ? അടുത്തത് കിലുകിൽ പമ്പരം. കിലുക്കത്തിലെ ഭീഷ്മ പർവമാണ് മമ്മൂട്ടി.
ഭീഷ്മാചാരിയല്ല, ആ ഭീഷ്മപർവം. ആ ഓക്കെ, മാറിപ്പോയി. ഭീഷ്മപർവ്വം. അതാണ് ഞാൻ ഇപ്പം മമ്മൂട്ടി എങ്ങനെ വന്നു ഭീഷ്മപർവ്വത്തിലാണ്. അതെ, ശരി. ഓക്കെ, എനിവേ അടുത്തത് കിലുകിൽ പമ്പരം. കിലുക്കത്തിനകത്ത് ഈ പാട്ടല്ലാതെ വേറെ ഏത് പാട്ടാണ് ഇഷ്ടം? നീലവേനലാണോ മീനവേനലാണോ? മീനവേനല. തെറ്റിച്ചു പറയരുത്, മീനവേനല. അതെ, അത് പഠിച്ചിട്ടില്ല, അതുകൊണ്ടാണ്. പിന്നെ അതിനകത്ത് വേറൊരു പാട്ടുണ്ട്, ഊട്ടിപ്പട്ടണം. ഊട്ടിപ്പട്ടണം സിനിമ എത്ര പ്രാവശ്യം കണ്ടു? അയ്യോ, അത് കുറേ പ്രാവശ്യം കണ്ടത്. വീണ്ടും വീണ്ടും വീണ്ടും. ആ കിലുക്കത്തിലെ സിനിമ എല്ലാവരും കുറേ പ്രാവശ്യം കണ്ട സിനിമയാണ്. എത്ര കണ്ടാലും നമുക്ക് മതിയാവില്ല. മതിയാവില്ല. അപ്പൊ ഏകദേശം ഒരു 10-15 പ്രാവശ്യമെങ്കിലും മിനിമം കണ്ടിട്ടുണ്ടാവും. അയ്യോ, അതെ അതെ. ഒരുപാട് നല്ല ചിരിക്കാൻ നല്ല കുറെ നല്ല സീൻസ് ഉള്ളത്. അപ്പൊ എന്തായാലും നമുക്ക് കിലുകിൽ പമ്പരം പോകാം. പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങു വാവാവൂ ചാച്ചക്കം ചാച്ചക്കം പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൾ കുളിരിൽ മെല്ലെ നീ കഴുകുവാവൂ ചാച്ചക്കം മേടമഞ്ഞും മൂടുമീ കുന്നും പൊയ്കയും പാൽനിലാവിൻ ശയ്യയിൽ മയങ്ങും വേളയിൽ താളം പോയ നിന്നിൽ മായും നോവുമായി താനേ വീണുറങ്ങൂ തെന്നൽ കന്യകേ താരകങ്ങൾ തുന്നുമീ രാവിൻ മേനാവിൽ ചാച്ചക്കം ചാച്ചക്കം കിലുകിൽ പമ്പരം തിരിയും മാനസം അറിയാതമ്പിളി മയങ്ങു ആവാവൂ ഏതുവാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി നീ ഏതു പൂവിൻ സൗരഭം അനുവിൽ താങ്ങി നീ താനേ നിന്റെ ഓർമ്മതൻ ചായം മാഞ്ഞതോ കാലം നെയ്ത ജാലമോ മായാജാലമോ
തേഞ്ഞു പോയ തിങ്കളി വാവൂ വാവാവൂ. പനിനീർ ചന്ദ്രികേ ഇനി പൂങ്കവിൽ കുളിരിൽ മെല്ലെ നീ തഴുകൂ വാവാവൂ. ഇടയിൽ അനുപല്ലവിയില് രാവിൻ ഏത് വാവിൻ കൗതുകം മിഴിയിൽ വാങ്ങി നീ, മിഴിയിൽ വാങ്ങി നീ. രാവിൻ ഈ രാവിൽ അങ്ങനെയല്ലായിരുന്നോ ലിറിക്സ്? അല്ലേ ഏത് അങ്ങനെയായിരുന്നു, മേരാവിൽ കണ്ട ലിറിക്സ് നോക്കണം കേട്ടോ. ഞാൻ പെട്ടെന്ന് വെച്ചാൽ അങ്ങനെ ഒരു വാക്കില്ലല്ലോ എന്ന് വിചാരിച്ചു. ഓക്കെ, നന്നായിട്ട് പാടി, സൂപ്പറായിട്ട് പാടി. ഇതിൽ ഒരു നമ്മുടെ രേവതി മാമിനെ ഉറക്കുന്ന ഒരു സീനാണ്. അതെ അതെ, അപ്പോഴത്തെ അന്നത്തെ കാലത്ത് സിനിമയൊന്നും നമ്മൾ മറക്കാൻ പറ്റത്തില്ല അല്ലേ? ഇങ്ങനെ ഒരിക്കലും മറക്കാൻ പറ്റില്ല. ഒരു ഫ്രെയിം ബൈ ഫ്രെയിം ആയിട്ട് നമുക്ക് ഇങ്ങനെ എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവും. അതെ അതെ, മനസ്സിലുണ്ടാവും. എനിവേ, നന്നായിട്ട് പോയി. അടുത്ത പാട്ട് ഏതാണ്? ചന്ദനമണിവാതിൽ. മാപ്പിളപ്പാട്ട് വല്ലതും എടുത്തു വെച്ചിട്ടുണ്ടോ? ഇല്ല ഇല്ലേ? ഏതൊരു മാപ്പിളപ്പാട്ട് പാടിയതായിട്ട് ഒരു ഓർമ്മ. മാപ്പിളപ്പാട്ട് പാടാറുണ്ടോ? ഇല്ല, പഠിച്ച പാടും. നാടൻ പാട്ട് പാടാറുണ്ടോ? നാടൻ പാട്ട് ഇല്ല, ഇപ്പൊ കള്ളം പറയരുത്. ഇല്ല, പാടാറുണ്ട്. ഇപ്പൊ കുറെ ബ്രേക്ക് ഒന്നുമില്ലായിരുന്നില്ലേ? ഏതാ പാടിയിട്ടുള്ളത്? നാടൻ പാട്ടിന് ട്യൂൺ അങ്ങനെ നമ്മുടെ ഇഷ്ടത്തിന് പാടാലോ, നമ്മുടെ ഓളത്തിന് പാടാം. അതറിയോ പാട്ട്? മണിച്ചേട്ടന്റെ പാട്ട് അറിയോ? 4 പേര് ചുമ്മാതെ പാടാൻ പറ്റുമോ? കൈകൊട്ട് വേണ്ടേ? ഏത് ഇഷ്ടമുള്ളത്? കൈകൊട്ട് വേണ്ടേ മണിച്ചേട്ടല്ലേ? കൈകൊട്ടു പെണ്ണേ കൈകൊട്ടു. അത് പാട്ട് ഇതില്ലേ, സിനിമയിലെ പാട്ടത്. എന്നാലും അതൊരു മണിച്ചേട്ടന്റെ പാട്ടാണ്. അതെ അതെ, എനിക്ക് സിനിമ പാട്ട് അത് മതിയാ. ചാലക്കുടി ചന്തയ്ക്ക് പോയപ്പോ ചാലക്കുടി ചന്തയ്ക്ക് അത് പാട്, അതിലൊന്ന് പാട്. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പം ചന്ദനച്ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലിക്കാരി മീൻ ചെമ്മീനെ പെണ്ണിന്റെ കൊട്ടയിൽ പഠിച്ചിട്ടില്ല, പഠിച്ചാ പാടാൻ പറ്റും. അതെ, കുറച്ചുകൂടെ പവർഫുൾ ആയിട്ട് പാടിയത് പക്ഷെ പറ്റും, ഇതിന് പറ്റും, നന്നായിട്ട് പറ്റും. എനിവേ, മക്കളൊക്കെ പാട്ട് പാടുമോ? മക്കള് മൂത്താള് പാടുവോ? മൂത്താള് ഇല്ല, പുള്ളി ഡാൻസും ഇതൊക്കെ കാര്യങ്ങളും അങ്ങനെയൊക്കെ കുറേ ഇഷ്ടമാണ്. കലാകാരൊക്കെ ഇഷ്ടമാണ് പുള്ളിക്ക്, വരയ്ക്കും. വൈഫ് എങ്ങനെയുണ്ട്? പാടുവോ? വൈഫ് പാട്ട് ആസ്വദിക്കും. ഓക്കെ, ശരി. എനിവേ, അടുത്ത പാട്ടിലേക്ക് പോകാം. ഓക്കെ, ഏതാണ്? ചന്ദനമണിവാതിൽ. ചന്ദനമണിവാതിൽ, രവീന്ദ്ര മാഷിന്റെ. ഞാനൊരു കാര്യം ചോദിച്ചട്ടെ, ഞാൻ ഇവിടെ വന്നിടം മുതൽ വിപിൻ ഇങ്ങനെ ഭയങ്കര ചിരിയാണ്, ചിരിച്ച് ഉറങ്ങുമ്പോഴും ചിരിക്കാറുണ്ട്. ഇല്ല, ഉറങ്ങുമ്പോ അങ്ങനെ അറിയാം ഉറങ്ങുമ്പോ ചിരിക്കില്ല എന്ന്? ഇത് നോക്കണ ക്യാമറ. അതാ ബേസിക്. അതാ ചോദിച്ചത്, എപ്പോഴും ഒരു ചിരി, അത് നല്ലൊരു പ്ലസ് ആണ്. ഞാൻ ചോദിച്ചത് ഉറങ്ങുമ്പോ ചിരിക്കാം. നമ്മുടെ സ്ട്രെസ് എല്ലാം പോയിക്കോളും. അപ്പൊ തന്നെ നമ്മള് എപ്പോഴും ഹാപ്പി ആയിട്ടിരുന്നത്. സത്യമാണ്. എനിവേ, പോവാം. ഏതാ സോങ്? ചന്ദനമണിവാദൻ. വേണിച്ചേട്ടൻ പാടിയോ? അതെ അതെ. ചന്ദനമണിവാതിൽ പാതിചാരി ഇന്നോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ. ചന്ദനമണിവാതിൽ
പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ എന്നോടെന്തിനൊളിക്കുന്നു നീ സഖി എല്ലാം നമുക്കൊരു പോലെയല്ലേ അന്ത്യയാമത്തിലെ മഞ്ഞേറ്റു പൂക്കുമി സ്വർണ്ണമന്ദാരങ്ങൾ സാക്ഷിയല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ നാണം പൂത്തു വിരിഞ്ഞ ലാവണ്യമേ യാമിനി കാമസുഗന്ധിയല്ലേ മായാവിരലുകൾ തൊട്ടാൽ മലരുന്ന മാദക മൗനങ്ങൾ നമ്മളല്ലേ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ ചന്ദനമണിവാതിൽ പാതിചാരി ഹിന്ദോളം കണ്ണിൽ തിരയിളക്കി ശൃംഗാര ചന്ദ്രികെ നീരാടി നീ നിൽക്കെ എന്തായിരുന്നു മനസ്സിൽ സൂപ്പറായിട്ട് പാടി, അടിപൊളിയായിട്ട് പാടി കേട്ടോ. നല്ല ഹിന്ദോള ഇഷ്ടമായി. പ്രത്യേകിച്ച് അവസാനത്തെ ഇതുണ്ടല്ലോ, ആ ശ്രുതി ശുദ്ധമായിരുന്നു. ആ മൂളുന്ന ഒരു പോർഷൻ ഉണ്ടല്ലോ ശ്രുതിയിൽ, ഇങ്ങനെ ഒറ്റ ഇങ്ങനെ വലിച്ചു നീട്ടി വെക്കത്തില്ല, അതേപോലെ പെർഫെക്റ്റ് ആയിരുന്നു, അടിപൊളിയായിട്ട്. താങ്ക് യു. സൂപ്പർ. അടുത്ത പാട്ട് ഏതാ? അടുത്ത ആരാരും കാണാതെ, ജയന്തൻ സാറിൻ്റെ പി ചെയ്ത് ആരാരും. ആ ഓക്കെ. മറ്റേ വേറൊരു പാട്ടുണ്ടല്ലോ, ഞാൻ വെച്ചാൽ അതായിരുന്നു ആരും ആരും, ആ പാട്ട്. അത് നന്ദനത്തില. അല്ലല്ല നന്ദനല്ല. ആരും
അതെ 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 എനിക്ക് കൺഫ്യൂഷൻ നന്ദനം പൃഥ്വിരാജും നവ്യയും രാജനാഥ് കൂടിയുള്ള അതെ ആ അത് നല്ല ഞാൻ അതാ പെട്ടെന്ന് ആരാരും ആരാരും. ആരാരും കാണാതെ സൂപ്പർ പോയാലോ ഓക്കെ ജേട്ടനല്ലേ ജയന്തൻ സാർ ഓക്കെ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ ഓ പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടെ നെഞ്ചോട് ചേർന്നിടുമോ ഓ ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ കളപ്പുറമേയും കന്നിനിലാവേ ഇനിയും വരുമോ തിരുവോണം മുടിത്തുമ്പിലീറൻ തുളസിയുമായി ഇതിലേ വരുമോ ധനുമാസം ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒന്നു തൊട്ടാൽ താനെ മൂളാമോ മനസ്സിനുള്ളിൽ മൗനവീണേ ഒരു പാട്ടിൻ ശ്രുതിയാവാൻ ഒരു മോഹം മാത്രം ആരാരും കാണാതെ ആരോമൽ കൈമുല്ല പിന്നെയും പൂവിടുമോ പഴയ കിനാവിൻ മുന്തിരി നീരി ഭാവം ഹൃദയം അലിയുന്നു താളുകൾ മറിയും മിഴികളിലൂരു മോഹം വെറുതെ വിരിയുന്നു ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാം സ്നേഹഗീതം ദൂരെ ഏതോ പക്ഷി പാടുന്നു കാതരമാ സ്നേഹഗീതം ഒരു നീലാംബരിയാ ഞാനതിൽ മാഞ്ഞേ പോയി ആരാരും കാണാതെ ആരോമൽ തൈമുല്ല പിന്നെയും പൂവിടുമോ പൂഞ്ചില്ലത്തുമ്പിന്മേൽ ചാഞ്ചാടും പൂമൊട്ടൻ നെഞ്ചോട് ചേർന്നിടുമോ ഓ പാട്ടിന്റെ സ്റ്റോക്ക് കഴിഞ്ഞോ? കഴിഞ്ഞു സ്റ്റോക്ക് ഇന്നത്തെ അല്ല മൈക്കെടുത്ത് താഴോട്ട് വെച്ചപ്പോൾ ചോദിച്ചതാണ്. പക്ഷേ വിപിനെ സൂപ്പറായിട്ട് പാടി കേട്ടോ. ജേട്ടൻ്റെ പാട്ട് ഭയങ്കരമായിട്ട് സ്യൂട്ട് ആവുന്നുണ്ട്. അതേപോലെ വേണിച്ചേട്ടൻ പാടിയ പാട്ടും സൂപ്പറായിട്ട് പാടി. ജേട്ടൻ്റെ വേറെ ഏത് പാട്ടറിയാം? പ്ലെയിനായിട്ട് പാടാനാണെങ്കിൽ
ആലിലത്താലിയും വൺ സെക്കൻഡ് ഒന്നുകൂടെ പാട്. ആലിലത്താലിയുമായി വരുണി തിങ്കളേ ഇതിലേ ഇതിലേ ആവണിപ്പൊയ്കയിൽ നാണമോലും ആമ്പലോ വധുവായി അരികേ മാനത്തായി മുകിൽ അകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാനത്തായി മുകിൽ അകലെ മറയും ഒരു യാമത്തിൽ അനുരാഗമലയും ഒരു മാംഗല്യം രാവിൽ. ജേട്ടൻ്റെ പാട്ട് പഠിക്കണം കേട്ടോ, ഫുള്ള് പഠിക്കണം. അതേപോലെ ജേട്ടൻ്റെ ഒരു ലൈറ്റ് മ്യൂസിക് ഉണ്ട്, അറിയോ? ഒന്നിനെ ആ പാട്ട് അറിയോ? ഇല്ല, അടുത്ത വരെ ഒരു തുടക്കം പാടി. ഒന്നിനെ ശ്രുതി താഴ്ത്തി പാടുക പൂങ്കുയിലേ എന്നോമലുറക്കമായി ഉണർത്തരുതേ എന്നോമലുറക്കമായി ഉണർത്തരുതേ. പഠിക്കണം. അടിപൊളിയായിട്ട് പാടി കേട്ടോ. എനിക്ക് പ്രത്യേകിച്ച് ആ പാട്ടിനകത്ത് ഈ പാട്ട് ഏതായിരുന്നു ഇപ്പൊ പാടിയത്? ആരാരും. അതിനകത്ത് ചില തിങ്സ് ഉണ്ട്, അത് പെർഫെക്റ്റ് ആയിട്ട് വന്ന് വീണു. ഭയങ്കര രസമാണ് അത്. പ്രത്യേകിച്ച് അനുപല്ലവിയിലെ ഫസ്റ്റ് ലൈൻ എൻഡിങ്, ചരണത്തിലെ ഫസ്റ്റ് ലൈൻ എൻഡിങ്, ഞാനിതെല്ലാം ഇങ്ങനെ അറിയാണ്ട് പോവാന്ന് പറഞ്ഞു കേട്ടോ. അത്ര സൂപ്പറായിട്ട് പാടി. അപ്പം കുറച്ചുകൂടെ നന്നായിട്ട് പ്രാക്ടീസ് ചെയ്യുക ഇനിയും. നല്ല വോയിസ് ആണ്, സൂപ്പർ, നല്ല ത്രോ ഉള്ള വോയിസ്, നല്ല പെർഫെക്റ്റ് ആയിട്ട് പാടാൻ പറ്റുന്നൊരു വോയിസ്. എല്ലാ സംഗതികളും തൊണ്ടയിൽ വരുന്നുണ്ട്. താങ്ക് യു സോ മച്ച്. നോവോട്ടലിൽ വർക്ക് ചെയ്യണം അല്ലേ? വേൾഡ് ട്രേഡ് സെന്ററിൽ വർക്ക് ചെയ്യുന്നു. അപ്പം ഭംഗിയായിട്ട് പോട്ടെ. വീട്ടിൽ 2 കുട്ടികൾക്കും ചക്കര ഉമ്മ. അപ്പം വൈഫിനോടും അമ്മയോടും അച്ഛനോടും ഒക്കെ എല്ലാവരോടും അന്വേഷണം പറയും കേട്ടോ. അപ്പം നാളെ കാണാം വീണ്ടും 6 or 7 മാറ്റം അതിഥിയുമായിട്ട്. ഞാൻ നിങ്ങളോട് ടാറ്റാ ബൈ. താങ്ക് യു സോ മച്ച്. താങ്ക് യു.